ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ഡോണിയാസ് അൺലിമിറ്റഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ തമ്മിൽ കണ്ട പോലെ എൻ്റെ ജ്വല്ലറി ബോക്സ് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അൺബോക്സിംഗ് ഒന്നല്ല, ജസ്റ്റ് നിങ്ങൾക്ക് എൻ്റെ കളക്ഷൻസ് ഓഫ് ഇയറിങ്സ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ വഴി കണ്ട് നിങ്ങൾ ആരും വിചാരിക്കേണ്ടത് ഇത് എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ടിലിൻ്റെ അറ്റത്ത് പിള്ളേരെ വീഴാണ്ടിരിക്കാൻ വേണ്ടി ഘടിപ്പിക്കുന്ന സംഭവമില്ലേ, അതാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഇവിടെ എൻ്റെ കൂടെ എൻ്റെ കുട്ടിദേവാനും കൂടി ഉണ്ട് കേട്ടോ. അവനവിടെ ഒരു അടക്കിയിരുത്തിയേക്കാണ്, എപ്പോഴാണ് എന്താ സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആളിവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഒന്നും ഇല്ല എന്തെങ്കിലുമുള്ള. ഞാൻ എന്ത് വീഡിയോസ് ഇടുന്നൊക്കെ നോക്കിയപ്പോൾ കുറച്ച് പേര് കമൻ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കളക്ഷൻസ് കാണിക്കാൻ പറ്റുമോ. അപ്പോൾ ഞാൻ ഇയറിങ്സിൻ്റെ മാത്രം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഭയങ്കര ലോങ് ആവും. അതുകൊണ്ട് ഞാൻ ഇയറിങ്സിൻ്റെ മാത്രമാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കൊച്ചു കളക്ഷൻസ് കാണിക്കാം. അതിന് മുമ്പ് ഞാൻ എൻ്റെ ഇയറിങ്സൊക്കെ വെച്ചിരിക്കുന്നത്, ഇയറിങ്സിൻ്റെ ഒരു ബോക്സ് ഇത് മീഷോയിൽ വെറും എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങിയത് 120 അത്ര ആ ഒരു പ്രൈസേ ഉള്ളൂ. അപ്പോൾ 120 ആ ഒരു പ്രൈസ് റേഞ്ചാണ് വരുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇയറിങ്സ് ഉണ്ട് എന്നാൽ കളക്ഷൻ എങ്ങനെയാണ് ഇത് സൂക്ഷിച്ച് വെക്കാമെന്ന് നല്ല രീതിയിൽ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു ബോക്സ് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് സംഭവം കേട്ടോ. ഇത് രണ്ടെണ്ണത്തിൻ്റെ കോംബോ ആയിരുന്നു. ഇത് കണ്ടില്ല, നമുക്ക് ഇങ്ങനെ ഓരോ സെക്ഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിത് ജസ്റ്റ് എടുത്തും കാണിക്കാം കേട്ടോ. ഇത് നമുക്കിവിടെ ഒരു ഓപ്പണിങ് വരുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിൽ സേഫായിട്ട് നമ്മുടെ ഇയറിങ്സ് നമുക്ക് വെക്കാൻ പറ്റും. നമ്മുടെ ഷെൽഫിനുള്ളിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഒരെണ്ണം തേടി പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഇത് ഹെൽപ്ഫുള്ളായിട്ട്, അപ്പം നല്ല രീതിയിൽ എനിക്കിത് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇപ്പം തന്നെ ഓടിപ്പോയി വാങ്ങിച്ചോളൂ. ഞാൻ പറ്റുവാണെങ്കിൽ ഇതിൻ്റെ താഴെ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. നല്ല സൂപ്പറായിട്ടുള്ള ഐറ്റമാണ്. നിങ്ങൾക്ക് ഒരിക്കലും പൈസ വെറുതെ പോയെന്ന് വിചാരിക്കേണ്ട. കാരണം അത്രയും എന്താ പറയുക, നല്ലൊരു പ്രൊഡക്റ്റാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ലതാണെന്ന് തോന്നുന്ന മാത്രം പ്രൊഡക്ട്സിൻ്റെ റിവ്യൂസും ചെയ്തിട്ടുള്ളൂ. ഞാൻ അങ്ങനെ പ്രൊമോഷൻസായിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1 ഇയറൊക്കെ ആയിട്ടുണ്ട്. ഇതിന് ഒരു പ്രശ്നമോ ഒരു കേടുപാടോ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി, പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനിത് എടുത്തൊന്ന് കാണിച്ചു തരാവേ. ഇത് നമുക്കിവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ. ഈ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ കളക്ഷൻസിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് കാണാൻ പറ്റുക. ഇതൊക്കെ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യണം കേട്ടോ. അതായത് നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളായിട്ട് കിട്ടും. ഇത് നമുക്ക് ജസ്റ്റ് ആ ഒരു ഗ്യാപ്പിലിട്ട് വെച്ചാൽ മതി. ഓരോ ഇയറിങ്സും ഇവിടെ ഒരാളിരുന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങോട്ടൊക്കെ തിരിച്ചിടുന്നുണ്ട്. കണ്ടില്ലേ, നമുക്കിങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് ഓരോ ഇയറിങ്സും നമുക്ക് നല്ല രീതിയിൽ ഇത് അറേഞ്ച് ചെയ്ത് വെക്കാനും അതിന് ഒരു പ്രശ്നമില്ലാണ്ട് നല്ല രീതിയിൽ കേടൊന്നും വരാണ്ടിരിക്കാനൊക്കെ ഈ ഒരു ബോക്സ് എനിക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 2 ബോക്സസ് ആയിട്ടാണ് വന്നത് കേട്ടോ. കോംബോ ആയിരുന്നു. ഞാനിതിൻ്റെ ലിങ്ക് എന്തായാലും ഷെയർ ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെയായിരുന്നു. നമുക്കപ്പോൾ നല്ല രീതിയിൽ നമുക്കിത് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും ഓരോ സെക്ഷൻസായിട്ട്. ഉണ്ടല്ലേ, ഓക്കെ. ഇതിപ്പോൾ നമുക്ക് ഒരു വലിയൊരു ഇയറിങ് ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലേ, ഇതിപ്പോൾ ഒരു കുറച്ച് അത്യാവശ്യം വലിയൊരു ഇയറിങ് ആണ്. ഈ ഒരു ഇയറിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇത് സെപ്പറേറ്റ് ചെയ്യാണ്ട് ഒരെണ്ണം മാത്രം വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കിത് വെക്കാനുള്ള സ്പേസ് കിട്ടും. കണ്ടില്ലേ, അല്ല ചെറിയ ഇയറിങ്സ് ആണെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ബാലൻസ് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ. ഇത് നമുക്ക് വേണമെങ്കിൽ ചീത്തയാവുകയാണെങ്കിൽ വെക്കാം, പക്ഷേ ഒരു പ്രശ്നവുമില്ല. നല്ല ക്വാളിറ്റി ആയിട്ടാണ്. നമുക്ക് അവിടെ ആ ഷെൽഫിൽ കറക്റ്റായിട്ട് നമുക്ക് പോണ സമയത്ത് ഇത് തുറക്കാം, മാച്ചിനുള്ളത് എടുക്കുക, ഇടുക, അത്രേ ഉള്ളൂ. ഉണ്ടല്ലേ, ഓക്കെ. അപ്പം ഞാൻ എല്ലാ കളക്ഷൻസും കാണിച്ചത് ഭയങ്കര വലിയ വീഡിയോ ആക്കണില്ല. അത്യാവശ്യം എന്താ പറയുക, ഷോർട്ടാക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമുള്ള അത്യാവശ്യം കുറേ ഇയറിങ്സിലെങ്കിലും എല്ലാം അത്രയ്ക്ക് നല്ലതൊന്നുമല്ല. കാരണം എനിക്ക് പണ്ടത്തെ കുറേ ഇയറിങ്സ് എൻ്റെ ഇപ്പോഴുണ്ട്. പക്ഷെ ഞാനത് ഇപ്പോഴും കളയാണ്ട് സൂക്ഷിച്ചിരിക്കുന്നത് എൻ്റെ ഗ്രാൻഡ് മദർ, എൻ്റെ അമ്മയുടെ അമ്മ. ഞങ്ങൾക്ക് പണ്ട് വീട്ടിലേക്ക് വരുമല്ലോ, നമ്മുടെ അമ്മമ്മ വരില്ലേ, അപ്പോൾ കുറേ കമ്മലും കുറേ ക്യൂട്ടക്സും അങ്ങനെ കുറേ സംഭവങ്ങൾ ആൾ കൊണ്ടുവരായിരുന്നു. അപ്പോൾ ആൾ മരിച്ചുപോയി. ആളുടെ ഓർമ്മയ്ക്കായിട്ട് ഇപ്പോഴും ആ ഇയറിങ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതത്രയ്ക്കും യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുവിധം ഇതായിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്കത് കളയാനായിട്ട് തോന്നുന്നില്ല. കാരണം ആ സമയത്ത് അമ്മാമ്മ കൊണ്ടുവരുന്ന ഇയറിങ്സ് ഇട്ടിട്ട് ഒരുപാട് ഫ്രണ്ട്സിനോട് ചോദിക്കാറുണ്ട്, ഇത് ഇവിടെ നിന്ന് എനിക്ക് കിട്ടില്ല സംഭവം. പക്ഷേ അമ്മമ്മയുടെ സെലക്ഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, അപാര സെലക്ഷനാണ്. അത്ര കിട്ടുമായിട്ട് ആൾ സെലക്ട് ചെയ്ത് ഇയറിങ്സ് വാങ്ങുമായിരുന്നു. ഞാൻ
ഇപ്പം അത്യാവശ്യം ഒരു നല്ല നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇയറിങ്സ് മാത്രം ഞാൻ കാണിക്കാം. ഓക്കെ, ഇവിടെ ഇരിക്കും കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ കാണിച്ചു വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. കാരണം കുഞ്ഞുമോനുള്ള കാരണം കൊണ്ട് എത്രത്തോളം എനിക്ക് ഇത് എത്ര ടൈം എടുത്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. അപ്പോൾ ഇത് റിങ്ങാണ് കേട്ടോ. ഇത് അത്യാവശ്യം വഴക്കമുണ്ട്, നല്ല രീതിയിൽ വഴക്കമുള്ളൊരു ഇയറിങ്ങാണ്. ഞാൻ ജസ്റ്റ് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എല്ലാം ഒന്നും ഇടുന്നില്ല. നല്ല രസമുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി സാധനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാളായിട്ട് ഇത് ചീത്തയൊന്നും വരാണ്ടിരിക്കുന്നത്. ശരിക്കും കമ്പിയാണ് കേട്ടോ, കമ്പിയാണ്. നല്ലൊരു ആൻറ്റിക് മോഡൽ ഇയറിംഗ് ആണ് കേട്ടോ ഇത്. നല്ല ടൈപ്പ് ഇയറിംഗ് ആണ്. ഇത്രയും കളക്ഷൻസ് വരാനും ഈ ഇയറിങ്സിനോട് ഒരു ക്രേസൊക്കെ വരാൻ കാരണം എൻ്റെ ഗ്രാൻഡ് മദറാണ് കേട്ടോ. അമ്മാമ്മ കാരണം കൊണ്ടാണ് ഇത്രയും ഇയറിങ്സിനടുത്തൊക്കെ ഒരു താല്പര്യമൊക്കെ വന്നത്. ഇത് ചെറിയൊരു ജുംക്കാണ്, നമുക്ക് സെറ്റ് സാരിയുടെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു ജുംക്കാണ്. ഇതും അത്യാവശ്യം ഇതെനിക്ക് തോന്നുന്നു ഞാൻ 10th പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ +1 ആ ഒരു ടൈമിൽ എടുത്ത ഒരു ഇയറിംഗ് ആണ് കേട്ടോ. നല്ല രസമുള്ളൊരു ഇയറിംഗ് ആണ്. എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് കേട്ടോ ജുംക്കാസിൽ. പിന്നെ കുറച്ച് ജുംക്കാസ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ജുംക്കാസ് കാണിച്ചു തരാം. ഇതൊരു ആൻറ്റിക് പീസ് പോലത്തെ ഒരു ജുംക്കാണ്. എനിക്ക് ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നു എൻ്റെ ചേച്ചിയുടെ ആണോ എന്നൊരു സംശയമുണ്ട്. ഇത് ഞാനിങ്ങനെ സെറ്റ് സാരിയുടെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ചേച്ചി തന്നതാണ്. ചേച്ചി വാങ്ങി തന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. നല്ലൊരു ഇയറിംഗാണ്. ആ താഴ്ത്ത വെള്ളമുട്ട് പോലത്തെ വരുന്നത് കാരണം കൊണ്ട് നല്ല രസമാണ് കാണാൻ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ ഒരു ജുംക്ക വരുന്ന ഇതാണ്. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ, വൈഫ്, താങ്ക് യു, ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫ് വാങ്ങിത്തന്ന ഈ ഒരു ജുംക്ക പോലത്തെ. ജുംക്ക അല്ല, അത്യാവശ്യം ഒരു ആൻറ്റിക് മോഡൽ ഒരു ഇയറിംഗാണ്. നല്ല ഇയറിംഗാണ് കേട്ടോ, എനിക്കിഷ്ടമാണ്. ഒരു ചുരിദാറിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ആൻറ്റിക് പീസാണ്. അടുത്തത് വരുന്നത് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. നല്ലൊരു ആൻറ്റിക് പീസാണ്. ഞാനിത് ഓൺലൈൻ ഇൻസ്റ്റാഗ്രാം ത്രൂ വാങ്ങിച്ചത് കേട്ടോ. അധികമൊന്നും ഞാനിത് ഇട്ടിട്ടില്ല, പക്ഷേ അങ്ങനത്തെ ഒക്കേഷൻസ് വരാത്ത കാരണമുണ്ട്. നല്ലൊരു കിട്ടിയില്ല, നല്ല ഹെവി ആയിട്ടാണ്. ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാനിതിൻ്റെ ഏത് പേജ് ത്രൂ ആണ് വാങ്ങിച്ചതെന്നുണ്ടെങ്കിൽ പറയാം. ഇനി വീണോ കണ്ടോ, കിട്ടില്ലെന്ന് വെച്ചാലുണ്ടല്ലോ, ഇത് ഇട്ട പോലെ ഇരിക്കും. കണ്ടോ, നല്ല രസം. ഞാനൊരു ഒക്കേഷനിൽ ഇത് ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിക്കാം. ഇപ്പം നമുക്ക് ഒരു മിനിറ്റ്, ഇപ്പം നമുക്ക് ഇതൊരാൾ മിഠായി കൊടുത്ത് ഇരുത്തിയിരുന്നത് കഴിയുമ്പോൾ പറയുന്നേ. ഇപ്പം നമുക്ക് ഇതിൻ്റെ അടിയിൽ തൂങ്ങാണ്ടിരിക്കാനായിട്ട് ഓൺലൈൻ ത്രൂ നമുക്ക് ആ ഒരു സാധനം കിട്ടും. അതുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഞാൻ അന്ന് ഇതിട്ടപ്പോൾ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഇങ്ങനത്തെ ഒരു ഒക്കേഷൻ വന്നിട്ടില്ല. ഞാനൊരു മുസ്ലിംസിൻ്റെ ഒരു വെഡിങ്ങിന് പോയപ്പോഴാണ് കേട്ടോ ഇതിട്ടത്. ഇപ്പം ഇങ്ങനെ തൂങ്ങുന്നുണ്ടല്ലോ, അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്കിൽ ഒരു പിന്ന് പോലത്തെ സാധനം കിട്ടും, ഒരു റൗണ്ടിൽ. നമുക്ക് എല്ലാ ഓൺലൈൻ ത്രൂ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഹാങ്ങിങ് വരും. അപ്പോൾ ഈ തൂക്കം നിൽക്കും. നല്ലൊരു ഐറ്റമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. പേഴ്സണലി എനിക്കിത് ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയതാണ്. ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല രസമുണ്ട് ഇല്ലേ? അല്ല, നല്ല ഭംഗിയില്ലേ? എനിക്ക് താഴ്ത്തി ബീഡ്സ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അതിൻ്റെ പിന്നിട്ടിട്ടുണ്ടായിരുന്നില്ല, അതാണ് കേട്ടോ. ഓക്കെ, സൂപ്പറല്ലേ? അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. കറണ്ട് വന്നു മക്കളെ, കറണ്ട് വന്നു. ഇത് ഞാൻ ദുബായിൽ പോയപ്പോൾ വാങ്ങിയതാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ സ്റ്റോൺസിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ. ഇത് വലിയ പൈസയൊന്നും ആയില്ല, പക്ഷേ നല്ല രസമുണ്ട് കാണാനായിട്ട്. കണ്ടോ, നല്ലൊരു യൂണിക്കാണ് കണ്ടോ. അതിൻ്റെ ആ ഒരു സ്റ്റോൺസിൻ്റെ ആ ഒരു തിളക്കമല്ലേ, അതാണ് എന്നെ ഹൈലൈറ്റ് ആക്കിയത്. ഇത് കണ്ടോ, രസമല്ലേ? ഓ ഇനോ അടുത്തത് വന്നിട്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള തന്നെ ഒരു ഇയറിംഗ് ആണ് കേട്ടോ. ഇത് കുറച്ച് എനിക്ക് തോന്നുന്നു ഞാൻ കോളേജ് പഠിക്കുമ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. ഞാൻ ഇപ്പോഴും വെയർ ചെയ്യുന്ന ഒരു കിഡിലനൊരു ഇയറിംഗ് ആണ് കേട്ടോ. ഭയങ്കര ഇഷ്ടം. ആ ഒരു തിളക്കം കണ്ടോ. ഇത് ശരിക്കും ഈ ഒരു ബ്ലാക്കിഷ് കളർ വരുന്നതുകൊണ്ടാണ് കേട്ടോ എനിക്കിഷ്ടം. ഇത് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും ചേരുന്ന ഒരു സാരി ആയാലും ചുരിദാറായാലും നമുക്ക് ഇടാൻ പറ്റുന്നൊരു നല്ലൊരു പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റിയ കിഡിലനൊരു ഇയറിംഗ് ആണ് കേട്ടോ.
അതുപോലെ തന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള തന്നെ വേറൊരു ഇയറിംഗ് ആണിത്. എന്താടാ ഇതും നമുക്ക് ഒരു ചുരിദാറിൻ്റെ കൂടിയോ അതുപോലെ തന്നെ സാരിയുടെ കൂടിയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയൊരു കിടിലൻ്റെ ഒരു ഇയറിംഗ് ആണ് കേട്ടോ. ഓമ്മ പറ. ഇത് ശരിക്കും ഒരു പീച്ച് അല്ല, ഒരു ലൈറ്റ് പിങ്ക് കളറാണ്. കൊഴിഞ്ഞു ഇനി വീണോ തരം. ഇത് ശരിക്കും പിങ്ക് കളറാണ്. ഇതിൽ എത്രത്തോളം ഒരു കല്ല് ഫുൾ സ്റ്റോൺസ് ആണ് കേട്ടോ ഇത്. ഇനി കുറച്ച് സ്റ്റഡിൻ്റെ കളക്ഷൻസ് കാണാം. ഇപ്പം എന്താണെന്ന് അറിയില്ല, ഇപ്പം എനിക്ക് സ്റ്റഡ്സിനോടാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റ്. പണ്ട് എനിക്ക് ഭയങ്കര വലിയ കമ്മലായിട്ട് ഇടണമെന്നായിരുന്നു. ഇപ്പം എന്താണെന്ന് അറിയില്ല, സ്റ്റഡ് കമ്മൽസിനോടൊക്കെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഇഷ്ടം. കാണുമ്പോൾ തന്നെ പെട്ടെന്ന് എനിക്ക് വാങ്ങാൻ നോക്കും. അങ്ങനെ എനിക്ക് കുറച്ച് കളക്ഷൻസ് ഉണ്ട് കേട്ടോ സ്റ്റഡ്സിൻ്റെ തന്നെ. ലോങ് സ്റ്റഡ് ഉണ്ട്, അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള കുഞ്ഞ് സ്റ്റഡുകളുണ്ട് കേട്ടോ. ഞാൻ കുഞ്ഞ് സ്റ്റഡിൽ കാണിക്കുന്നില്ല, കുറച്ച് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റഡ്സ് കാണിക്കും. ഇത് അത്യാവശ്യം നല്ലൊരു സ്റ്റഡാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ ഒരു സ്റ്റോൺ നല്ലൊരു ഇയറിംഗ് ആണ് കേട്ടോ. ഇത് ഞാൻ പറയുമ്പോൾ ഇത് ഗൾഫിൽ നിന്ന് മനസ്സിലാണ്. ഇതിൻ്റെ അടുത്തൊരു ഇയറിംഗ് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഇത് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് വാങ്ങി തന്നതാണ്. പക്ഷേ ഇത് ഇടുന്ന ഒരു ഒക്കേഷൻ എനിക്ക് വരാത്ത കാരണം കൊണ്ട് ഇതിനെ പറ്റിയൊരു എനിക്കറിയാം, എനിക്ക് ആ ഡ്രസ്സിൻ്റെ അടുത്ത് സൂട്ടായിട്ട് തോന്നാത്ത കാരണം കൊണ്ട് ഞാനിത് ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും ഇതൊന്നും തന്നെയാണ്. ഇത് എൻ്റെ ഹസ്ബൻഡ് വാങ്ങി തന്നതാണ് കേട്ടോ. ഇതാൾ ബോംബെയിൽ പോയപ്പോൾ വാങ്ങി തന്നതാണ്. ഒരു ഹാർട്ട് ടൈപ്പ് തരാം ഹാർട്ട് ടൈപ്പ് ഒരു ഇയറിംഗ് ആണ് കേട്ടോ. നല്ല ഇയറിംഗ് ആണ്, നല്ല രസമുള്ളത്. ഞാനിപ്പോൾ ഇങ്ങനെ ഞാത്തി ഇടുന്നതിൽ ഭയങ്കര കുറവാണ്, അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ ഇടാത്തത്. ഇതൊരു സ്റ്റെഡാണ്. ഇത് അത്യാവശ്യം തരമ്മ. ഇത് അത്യാവശ്യം കുറച്ച് പഴക്കമുള്ള ഒരു ഇയറിംഗ് തരമ്മ. ഇനി കുറച്ച് കിഡിലനായിട്ടുള്ള ഇയറിങ്സ് ഉണ്ട്. നമുക്ക് വെസ്റ്റേൺ വെയേഴ്സിൻ്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റുന്ന കുറച്ച് ഹെവി അല്ല, കുറച്ച് ക്ലാസിക് ആൻറ്റിക് ഒരു ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതെല്ലാം ഞാനൊരു പേജിൽ നിന്നാണ് വാങ്ങിച്ച്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിതിൻ്റെ പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അതിലാദ്യം ഞാൻ വാങ്ങിയത്, അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ആൻറ്റിക്കായിട്ടുള്ള ഇതെല്ലാം വെസ്റ്റേൺ വൈസിനൊക്കെ കൂടി ഇടാൻ പറ്റുന്ന ഒരു കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പേജ് ഞാൻ ഷെയർ ചെയ്യാം. ഫസ്റ്റ് വൺ ഈ ഒരു പൂവിൻ്റെ ഒരു കിടിലൻ സാധനമാണ്. ഇത് ശരിക്കും ഇതിൻ്റെ കളർ വരുന്നത് ഒരു ഗോൾഡ് സിൽവർ മിക്സ് ആണ്. ഗോൾഡ് ഫുള്ള് ഗോൾഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ആൻറ്റിക് പീസാണ് കേട്ടോ. അതില്ലമ്മ എന്നാ ഇതെടുത്തു ഇതാണ് കേട്ടോ. ഇത് നിങ്ങൾക്കിത് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നിങ്ങൾ വെസ്റ്റേൺ വെയറൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവരാണ്, കുറച്ച് ഹെവി ആയിട്ടുള്ള ഇയറിംഗ് ഇടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മസ്റ്റ് ബൈ ഐറ്റമാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ അടുത്തത് എന്താ വരുന്നത് ഇതാണ്. അത് അവരുടെ പേജിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ. ഇത് വേറൊരു ടൈപ്പാണ്. ഇതൊരു സിൽവറിഷ് ടൈപ്പാണ്. നല്ലൊരു ഇയറിംഗ് ആണ് കേട്ടോ, ഒരു വെറൈറ്റി പീസാണ്. അടുത്തതിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇതിൽ വാങ്ങിയില്ല. ഇത് ഒരു ഗോൾഡൻ ആ ഒരു ടച്ചിൽ വരുന്നതാണ്. നല്ലൊരു ഇയറിംഗ് ആണ് കേട്ടോ. ഇനിയുണ്ട്, ഞാൻ ഇത് പല സ്ഥലത്ത് വെച്ചിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് ഒരു ഗോൾഡും കൂടി ഉണ്ടായിരുന്നു, ഇതിൽ കാണുന്നില്ല. സിൽവർ അതന്നെ. അവിടെ എനിക്കൊരു പണിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ മോൻ, നല്ലൊരു പണി വെച്ചിട്ടുണ്ട് എൻ്റെ മോൻ. ഇത് സിൽവറാണ് കേട്ടോ. അതിൻ്റെ ഗോൾഡിൻ്റെ സിൽവറും വാങ്ങിയിട്ടുണ്ട്. ഇതും നല്ല രസമുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് അതാണ് ഇയറിങ്സ് ആ ഒരു സൈറ്റിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അതിൻ്റെ പേജൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം. ഇത് വന്നിട്ട് ഒരു ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. നല്ലൊരു ഇയറിംഗ് ആണ് കേട്ടോ, നല്ലൊരു ഇയറിംഗ് ആണ്. അടുത്തതൊരു ഓവൽ ഷേപ്പ് ഇയറിംഗ് ആണ്. ഒരു സ്റ്റെഡാണ് കേട്ടോ, സ്റ്റോൺ വെച്ചിട്ടുള്ള സ്റ്റെഡാണ്. എൻ്റെ മകൻ അവിടെ ഒരു താജ്മഹൽ പണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ മകനെ
അവനോടൊരു താജ്മഹൽ പണി. ഇതൊരു സ്റ്റഡ് തന്നെയാണ് കേട്ടോ. ഇത് നല്ല രസമുള്ള ഒരു സ്റ്റഡാണ്, ഒരു പിങ്ക് കളറൊക്കെ ഉള്ള ഒരു സ്റ്റഡാണ്, എനിക്കിഷ്ടമാണത്. പിന്നെ ഇത് വന്നിട്ട് അടുത്തത് ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിച്ചതാണ്. ക്ലേ ഇയറിങ്സ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, വാങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ വാങ്ങുന്നത്. എനിക്ക് ഒരു ക്യൂരിയോസിറ്റി, വാങ്ങാനൊരു ക്യൂരിയോസിറ്റി ആയിട്ട് വാങ്ങിയതാണ്. നല്ലൊരു ഇയറിംഗ് ആണ് കേട്ടോ. ഞാനിത് ഇട്ടിട്ടുണ്ടായിരുന്നു, കേട്ടില്ലേ? നല്ലൊരു ഇയറിംഗ് ആണ്. ക്ലേ ആണ് കേട്ടോ. ഇത് നശിക്കില്ല, ഒരിക്കലും ചീത്തയാവില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വാങ്ങിയത് ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന്, ആ ചേച്ചി ഉണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത്. ആൾ തന്നെ ഹാൻഡ് മെയ്ഡാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അടുത്തത് വരുന്നത് ഇതൊരു ഇയറിംഗിൽ, ഇത് ചെറിയൊരു കുഞ്ഞ് സ്റ്റഡാണ്. ഇത് നല്ലതാണ്, നമുക്ക് ഗൗൺസിൻ്റെ ഒക്കെ കൂടെ ഞാൻ മിക്കപ്പോഴും വെയർ ചെയ്യാറുള്ളത് ഇതാണ്. പിന്നെ ഒരു റെഡ്, ഇതെൻ്റെ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. എനിക്കിഷ്ടം, പേഴ്സണലി എനിക്ക് ഫേവറേറ്റ് ആണ് കേട്ടോ. നല്ല രസമുള്ള ഒരു ഇയറിംഗ്. പിന്നെ ഒരു ഇയറിംഗ്, ഇത് ഗൾഫിൽ നിന്ന് തന്നെ അബുദാബിയിൽ നിന്ന് വാങ്ങിച്ചത്. ഇതെനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് ഇപ്പോഴത്തെ. നല്ല രസമാണ്, എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ നമുക്ക് നല്ലൊരു ഇത് വരുന്നത്. ഇത് മറ്റേ ടൈപ്പാണ് കേട്ടോ, ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇത് പ്ലഗ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുന്ന ടൈപ്പാണ്. പിന്നെ കുറച്ച് സ്റ്റഡും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെയാണ് കുറച്ച് ഹെവി ആയിട്ടുള്ള ഇയറിങ്സിൻ്റെ വരുന്നത്. പിന്നെ ഈ ഒരു ഇത് കുറച്ച് അധികം പഴക്കമുള്ള ഒരു ഇയറിംഗ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാനത് പ്ലസ് ടു ആണെന്ന് തോന്നുന്നു, പ്ലസ് ടു പഠിക്കുമ്പോൾ വാങ്ങിയതാണ് ഈ ഒരു ഇയർ. പ്ലസ് ടു കോളേജ് പ്ലസ് ടു എന്ന് തോന്നുന്നു ഈ ഒരു ഇയർ. നല്ല രസമുള്ള ഇത്. ഇപ്പോഴും ഇതിനൊരു പ്രശ്നമില്ല, സ്റ്റോൺസിനൊന്നും ഒരു പ്രശ്നമില്ല. ഒരു ആൻറ്റിക് പീസ് പോലത്തെയാണ്, ഒരു ബ്ലാക്കിഷ് ആൻറ്റിക്കാണ്. നല്ല രസമുള്ള, ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് എല്ലാ ഡ്രസ്സിനും കൂടെ തന്നെ ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സ്വഭാവമുണ്ട് എനിക്ക്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്, ഇത്രയ്ക്ക് തന്നെയാണ് എൻ്റെ. പിന്നെ കുഞ്ഞു ചോട്ടി ഇയറിങ്സ് ആണ് കേട്ടോ. ഞാൻ എല്ലാം കൂടി കാണിച്ച് വെറുതെ ലോങ് ആക്കാൻ തന്നെ അത്യാവശ്യം ലോങ് ആണ് വീഡിയോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇയറിങ്സിൻ്റെ കളക്ഷൻ. ഇതുപോലെ നിങ്ങൾക്ക് ചെയിൻസിൻ്റെ, മാലകളുടെ കളക്ഷൻ കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ ചെയിൻസിൻ്റെ കളക്ഷനും ഞാൻ ഇതുപോലെ തന്നെ ഒരു കൊച്ചു വീഡിയോസ് ആക്കിയിട്ട് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഞാൻ കുറച്ച് ഇയറിങ്സിൻ്റെ ഒക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എങ്ങനെയാണ്, ഏതിലാണ് വാങ്ങിച്ചത്, വെബ്സൈറ്റ് ഏതാണെന്നൊക്കെ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. എൻ്റെ ഒരു ബോക്സ് ഇവിടെ തുറന്ന് ഇത് ഫുള്ള് ഇട്ടിട്ടുണ്ട് കട്ടുമ്പോൾ. ഞാനിത് ഓരോന്ന് പറക്കി വെക്കണം. പക്ഷേ എന്നാലും ഞാൻ വീഡിയോ ചെയ്യും, അതിനുള്ള ഡെഡിക്കേഷൻ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനത്തെ വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ഞാൻ ചെയ്യാനായിട്ട് നോക്കാം. ഇവിടെ നല്ല മഴയാണ്, എത്രത്തോളം ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടെ കറണ്ട് വന്നിട്ടുണ്ട്, എപ്പോഴാണ് കറണ്ട് പോകാമെന്ന് അറിയില്ല. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ കുട്ടിത്തേവാൻ്റെ ഇവിടെ ഒരു താജ്മഹൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഞങ്ങൾ ഇന്ന സമയത്ത് തോന്നാൻ ഒരു കാറ്റ് കൊടുത്തിട്ടല്ല, ബൈ ബൈ. അപ്പോൾ വേറൊരു കിടിലൊക്കെ ഒരു കാച്ച് വീഡിയോ ആയിട്ട് ഞാൻ വീട് വരെ പഠിപ്പിച്ചിട്ടു. മൈ ചാനൽ തോന്നി അത് വളരെ ബൈ ബൈ.